താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തുക, ആക്രമണം ആസൂത്രണം ചെയ്യാനും മറ്റും ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുക, രക്ഷിതാക്കളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെയാണ് പോലീസ് പരിശോധന നടത്തിയത്. 5 വീടുകളിലും ഒരേ സമയം പരിശോധന നടത്താനാണ് പോലീസ് എത്തിയതെങ്കിലും അക്രമത്തിൽ പ്രധാന പങ്കുവഹിച്ചു എന്ന് സംശയിക്കുന്ന വിദ്യാർത്ഥിയുടെ വീട്ടിൽ ആളില്ലാത്തതിനാൽ അവിടെ പിന്നീട് പരിശോധന നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് കടക്കുന്നത്. അക്രമത്തിൽ മുതിർന്നവർക്കും പങ്കുണ്ടെന്ന ആരോപണം മുഹമ്മദ് ഷഹബാസിന്റെ ബന്ധുക്കൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ഇതിന്റെ ഭാഗമായി വിശദമായി രേഖപ്പെടുത്തും. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ ശേഖരിക്കും. സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കൂടി കേസിൽ ഉൾപ്പെടുത്തും. 2 കുട്ടികളുടെ മാതാപിതാക്കളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനിടെ നിലവിൽ കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പോലീസ് സംരക്ഷണം ഒരുക്കും. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം. നാളെ ആരംഭിക്കുന്ന SSLC പരീക്ഷയ്ക്കാണ് പ്രത്യേക ക്രമീകരണം. നിലവിൽ പ്രതികൾ വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലാണുള്ളത്. സി മലയാളം ന്യൂസ്, കോഴിക്കോട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.